കാതൽ ദേശം, പടയപ്പ, കണ്ടുകൊണ്ടേൻ ഹേറാം ഈ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ച് തിളങ്ങി നിന്നിരുന്ന അബ്ബാസ് എടുത്ത 2 തീരുമാനങ്ങൾ തെറ്റായിപ്പോയോ എന്നതാണ് ചോദ്യം. അബ്ബാസിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഒരു പരസ്യത്തിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ഏറ്റുവാങ്ങിയ ട്രോളുകൾ എത്രമാത്രമായിരുന്നു? തൻ്റെ ജീവിതത്തിൽ താൻ ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്ന അബ്ബാസിൻ്റെ ജീവിതം മാറി മറിഞ്ഞത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണാം. 2015 വരെ അബ്ബാസ് സിനിമാ മേഖലയിൽ വളരെ സജീവമായിട്ട് തന്നെ തിളങ്ങി നിന്നിരുന്ന ഒരു താരവും കൂടിയാണ്. പ്രത്യേകിച്ച് 90കൾ മുതൽ ഒരു 2010 വരെയൊക്കെ അബ്ബാസ് വളരെ ഷൈനിങ് സ്റ്റാർ ആയിരുന്നൊക്കെ രീതിയിൽ തന്നെ പറയാം. പക്ഷേ അബ്ബാസിന് പെട്ടെന്ന് 2015 ആയപ്പോഴേക്കും ഒരു തോന്നലുണ്ടായി, സിനിമാ ജീവിതം അങ്ങ് നിർത്താം, ഒന്ന് അവസാനിപ്പിക്കാം എന്നുള്ളത്. അതായത് അബ്ബാസ് പറയുന്നത് ഇങ്ങനെയാണ്, തൻ്റെ റിലേഷൻഷിപ്പിൽ, പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമ്പോഴേക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മടുക്കൂലേ, അതുപോലെ എനിക്കൊരു മടുപ്പ് എൻ്റെ കരിയറിലുണ്ടായി എന്നുള്ളതാണ് അബ്ബാസ് പറയുന്നത്. 2015 ആയപ്പോഴേക്കും അബ്ബാസ് സിനിമാ ജീവിതം പൂർണ്ണമായും അവസാനിക്കുന്നു. ഒന്ന് ഓർക്കണം, എത്രയോ പേര് ആഗ്രഹിച്ച് കൊതിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിനിമാ ജീവിതമാണ് അബ്ബാസിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു വിഭാഗം നിൽക്കുന്നത്. അതിനൊപ്പം തന്നെയാണ് അബ്ബാസിൻ്റെ ഇങ്ങനൊരു തീരുമാനവും കൂടി എത്തിയപ്പോഴേക്കും ആകെ മൊത്തത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അബ്ബാസ് നേരെ ന്യൂസിലാൻഡിലോട്ടാണ് ഫാമിലിയുമായിട്ട് പോയത്. അവിടെ പോയി ഒരു ബിസിനസ് തുടങ്ങാമെന്ന് ആരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ അബ്ബാസ് അവിടെ വെച്ച് ചെയ്യാൻ പറ്റാത്ത ജോലികൾ സംബന്ധമായിട്ട് രീതിയിൽ ഇനി ചെയ്യാൻ ബാക്കിയുള്ളതായിട്ടൊന്നുമില്ല. കാർ ഡ്രൈവറായിട്ട് വരെ, പ്രത്യേകിച്ച് ക്യാബ് ഡ്രൈവറായിട്ട് വരെ അവിടെ ജോലി ചെയ്യണമല്ലോ എന്നൊക്കെ അബ്ബാസ് ഓർക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അബ്ബാസിൻ്റെതായ വ്യക്തിപരമായ തീരുമാനവും കൂടിയായിരുന്നു അത്. പിന്നീടാണ് അബ്ബാസ് ഹാർപ്പിക്കിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കുന്നത്. നീല ടോയ്ലറ്റിനും ചുവപ്പ് ബാത്റൂമിനും. അങ്ങനെ അബ്ബാസ് ഓരോ വീട്ടമ്മമാരുടെ വീടുകൾ വാതിൽ തുറന്ന് ഹാർപ്പിക്ക് വേണോ, ഹാർപ്പിക് ഉണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങി. ഈ ചോദ്യങ്ങൾ പലപ്പോഴായി ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അബ്ബാസ് ഉണ്ടാക്കിയതും ഒരു വലിയ ബൂസ്റ്റാണ്. അബ്ബാസ് എന്ന നടൻ കുടുംബ പ്രേക്ഷകർക്കിടയിലും കൂടുതൽ സ്വീകാര്യനായി മാറിയതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയായിട്ട് നമുക്ക് ഈ പരസ്യങ്ങളെ മാറ്റാം എന്നുള്ളതും കൂടി വിശേഷിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ അബ്ബാസിന് പിന്നീട് ട്രോളാണ് തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായത്. ടോയ്ലറ്റ് സ്റ്റാർ എന്നുവരെ അബ്ബാസിന് വിളിക്കപ്പെടുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് 2023, അതായത് ന്യൂസിലാൻഡിലേക്ക് 2015 പോയ അബ്ബാസ് പിന്നീട് 2020-23 ആയപ്പോഴേക്കും തിരിച്ച് ചെന്നൈയിലേക്ക് വരികയുണ്ടായി. ആ സമയത്ത് അബ്ബാസ് നൽകിയൊരു അഭിമുഖത്തിൽ അബ്ബാസ് ഇങ്ങനെയാണ് പറയുന്നത്. അതായത്, ഞാൻ ഹാർപ്പിക്ക് കൊണ്ട് ആരുടെയും വീട്ടിൽ പോയിട്ട് നിങ്ങളിത് കുടിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ വൃത്തിയാണ് ഈ പരസ്യത്തിലൂടെ സൂചിപ്പിച്ചത്. ഹൈജീൻ, ജനങ്ങൾക്കിടയിൽ ഹൈജീൻ പരത്തുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ പരസ്യത്തിലോർത്ത് ദുഃഖിക്കുന്നു ഒന്നുമില്ല. ആ പരസ്യം ചെയ്തതിൽ എനിക്ക് യാതൊരുവിധ റിഗ്രറ്റുമില്ല എന്നതും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അബ്ബാസിൻ്റെ ആ പരസ്യ കമ്പനി ഹാർപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 8 വർഷത്തെ കോൺട്രാക്റ്റ് അബ്ബാസിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഹാർപ്പിക്ക് നൽകിയ അതിൻ്റെ തുക കൊണ്ടാണ് അബ്ബാസ് ജീവിച്ചത് എന്നതുപോലും അബ്ബാസ് തുറന്നു പറയുകയും ചെയ്തു. അതായത് സിനിമയിൽ നിന്ന് മാറി നിന്ന് പിന്നീട് സിനിമകൾ കിട്ടാതിരുന്നൊരവസ്ഥയിൽ പോലും തന്നെ ജീവിതവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ പറ്റിയത് ഹാർപ്പിക്ക് കാരണമാണെന്നും അബ്ബാസ് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ തന്നെ അബ്ബാസിന് അത് കാരണം കേൾക്കേണ്ടി വന്ന ട്രോളുകൾ, ചിരിമഴകളൊന്നും ചെറുതൊന്നുമായിരുന്നില്ല. ഒരു നടൻ എന്ന രീതിയിൽ തന്നെ അംഗീകരിക്കാതെ ഒരു പരസ്യത്തിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ തന്നെ ട്രോളുന്നതിനെക്കുറിച്ച് അബ്ബാസ് പ്രത്യക്ഷമായും പരോക്ഷമായും സങ്കടം പുറത്തു പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു കാലത്ത് സിനിമകളിൽ തിളങ്ങി നിന്ന താരം, തമിഴ് സൂപ്പർ താരങ്ങളോടൊപ്പം തന്നെ അബ്ബാസിൻ്റെ പേര് ചേർക്കപ്പെട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് അബ്ബാസിൻ്റെ കരിയർ തന്നെ വേറൊരു രീതിയിലേക്ക് മാറുന്നത്. ഡൗൺഫോൾ എന്നോ അപ്ഗ്രോത്ത് എന്നോ അബ്ബാസിൻ്റെ കരിയറിനെ ഒന്നും വിശേഷിപ്പിക്കാനല്ല ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു പരസ്യത്തിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ സൈബർ ബുള്ളിങ് എത്രമാത്രം അബ്ബാസിന് കേൾക്കേണ്ടി വന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. അന്ന് സമൂഹ മാധ്യമങ്ങളും ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ട്വിറ്ററും ഒന്നും ഇത്രയും സജീവമല്ല എന്നതും കൂടി ഓർക്കണം. അപ്പോൾ പോലും അബ്ബാസിന് കേൾക്കേണ്ടി വന്ന സോഷ്യൽ മീഡിയ ട്രോളുകൾ ചെറുതൊന്നുമായിരുന്നില്ല. അതേ സംഭവം അബ്ബാസ് ഇപ്പോഴാണ് ചെയ്തിരുന്നെങ്കിൽ ഊഹിക്കാൻ പറ്റുമോ എത്രമാത്രം ട്രോളുകൾ ആ നടനെ സ്വീകരിക്കേണ്ടി വരും എന്നത്. തൻ്റെ 15-ാം വയസ്സിലാണ് തനിക്ക് ആത്മഹത്യ ചെയ്യണം എന്നുള്ള ആദ്യത്തെ തോന്നൽ അബ്ബാസിനുണ്ടാവുകയായിരുന്നു. പിന്നീട് താൻ സിനിമയിൽ അഭിനയിച്ച് ഫെയിമായി പ്രശസ്തി നേടി പൈസ നേടിയതിനു ശേഷം ആ ആത്മഹത്യാ തോന്നൽ പതിയെ അബ്ബാസിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നെങ്കിൽ പോലും തൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റിംഗ് ഡിസിഷനായിട്ട് ഇപ്പോഴും എടുത്തു പറയാൻ കഴിയുന്നത് 2015 സിനിമ വിട്ടു നിൽക്കാമെന്നുള്ള തീരുമാനം കൊണ്ടാണ്. ആ സിനിമ വിട്ടു നിൽക്കുന്നതിനെക്കുറിച്ചും അബ്ബാസ് തുറന്നു പറയുകയും ചെയ്തിരുന്നു. പലപ്പോഴായി പല താരങ്ങൾക്കും നേരിടേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ കൂടിയാണത്. എപ്പോഴുമുള്ള സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്കുള്ള ഓട്ടം, ഒരേ ജോലി തന്നെ വീണ്ടും ആവർത്തിച്ച് വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴേക്കും പലർക്കും മടുപ്പുണ്ടാകാറുണ്ട്. അബ്ബാസിന് മാത്രമല്ല കേട്ടോ ഇതുപോലെ മടുപ്പുണ്ടായിട്ടുള്ളത്. നമ്മളൊന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പല കലാകാരന്മാർക്കും ഇതുപോലെ തന്നെ തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്.
ചിലർ അഭിനയ ജീവിതം വിട്ടു പോയിട്ടുമുണ്ട്. ഭൂരിഭാഗം സ്ത്രീകളുമാണ്. അവർ പറയുന്നത് തൻ്റെ കുടുംബജീവിതം നോക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അതിൽ ഭൂരിഭാഗം പേരും പറയുന്നത്. എന്നാൽ പോലും അഭിനയ ജീവിതം വിട്ടു നിന്നുകൊണ്ട് വേറെ എന്തൊക്കെ ജോലി ചെയ്യാൻ ശ്രമിച്ചാൽ പോലും വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു വരുന്ന പല താരങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഒടുവിലത്തെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് അബ്ബാസ്. ഒരു കാലത്ത് തമിഴ് സൂപ്പർ താരങ്ങളുടെ കൂടെ പേര് ചേർത്ത അബ്ബാസ് ടോയ്ലറ്റ് ക്ലീനർ എന്ന പേരിലേക്ക് മാത്രമായി ട്രോൾ ചെയ്യപ്പെട്ടപ്പോൾ ആ നടനുണ്ടായ മാനസിക സംഘർഷവും ചെറുതൊന്നുമല്ല. സമൂഹ മാധ്യമങ്ങളിൽ ഓരോ താരങ്ങൾക്കുമെതിരെ ട്രോൾ എഴുതുന്നവരും ട്രോൾ പിടിപ്പിക്കുന്നവരും ഹെൽത്തി ആയിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് മാറുമ്പോഴാണ് കളി കാര്യമാവുന്നത്.